ഹലോ ഗൈസ്, ഞാനൊരു തയ്യൽ മെഷീൻ ബ്രൗട്ട് ചെയ്തു. അങ്ങനെ സിംഗറിൻ്റെ എലൈറ്റ് ഫാഷൻ മേക്കറാണ് വാങ്ങിച്ചത്. നല്ലൊരു മെഷീനാണ്. അത് ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് തന്നെ വന്നിട്ട് ഒരു സ്റ്റാഫ് വന്നിട്ടാണ് അത് ഡിസ്പ്ലേ ചെയ്ത് തന്നത്. ഫസ്റ്റ് പാക്കറ്റ് പോലും ഞാൻ അയച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഡേയിൽ വന്നിട്ട് പാക്കറ്റ്സൊക്കെ പൊട്ടിച്ചിട്ട് നല്ല രീതിയിൽ അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു രീതിയിൽ തന്നെയാണ് പറഞ്ഞു തന്നത്. എനിക്ക് അത്യാവശ്യം എല്ലാം മനസ്സിലായത്. കുറച്ച് വീഡിയോസ് ഞാൻ കരുതി എടുത്ത് ചാനലിൽ ഇടാമെന്ന് കരുതി. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയുന്നു. ലൈക്കൊക്കെ തരിക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ ഇതാണ് മെഷീൻ. പൊട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തെ ഇതാണ് ഞാനത് എടുത്ത് അതിൻ്റെ കാർഡൊക്കെ കിട്ടിയപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചതാണ്. അങ്ങനെ അത് എടുക്കുകയാണ്. ഇങ്ങനെയാണ് തെർമോക്കോളിലാണ് അത് ഉണ്ടായിരുന്നത്. ഇതങ്ങനെ അപ്പോൾ അതൊക്കെ തുറക്കുകയാണ്. അങ്ങനെ തുറന്നപ്പോൾ ഇങ്ങനെ നല്ലൊരു മെഷീനാണ്. എനിക്കൊത്തിരി ഇഷ്ടമായി. അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ തയ്യൽ മെഷീൻ വാങ്ങിക്കുന്നത്. വേറെ മെഷീൻ എനിക്കുണ്ട്, പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വാല്യൂ ആണ്. കുറച്ചുകൂടെ വേണിങ്സ് ഉണ്ടാക്കാം, തയ്ച്ച് കൊടുക്കാം. ഞാൻ വെളിയിലൊക്കെ തയ്ച്ച് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കിത് വലിയൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അങ്ങനെ വാങ്ങിച്ചതാണ്. വില ഒരു 1500 റുപ്പീസിന് കൂടുതലായി, ഒരു 11,000 ഒക്കെ ആയി. എന്നാലും നല്ലൊരു മെഷീനാണ് എന്നുള്ളതിൽ എനിക്ക് അത്യാവശ്യം സന്തോഷമായി. ഇതാണ് മെഷീൻ്റെ കാര്യങ്ങളെല്ലാം ഇതാണ്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ഈവനിങ് ടൈമായിരുന്നു, അതാണ് അധികം വെളിച്ചമില്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെഷീൻ. അങ്ങനെ പതുക്കെ ഡിസ്പ്ലേ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ വന്ന് തൊട്ട് തൊഴുകുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതായത് ഞാൻ ഇത്രയും എന്താ പറയുക, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിട്ടിയതാണ്. അതുകൊണ്ടിട്ട് ആ ഒരു രീതിയിൽ ഞാൻ എസ്പെഷ്യലി അതങ്ങനെ ഓവറായിട്ടുള്ള ഇത് കാണിച്ചതല്ല, എന്നാലും ആ ഒരു രീതിയിലൊക്കെ ഞാൻ അങ്ങനെ ഈശ്വരവിശ്വാസിയാണ്. അപ്പോൾ ഞാനതങ്ങനെ വളരെയധികം സന്തോഷകരമായിട്ട് ഞാൻ ആ മെഷീൻ തൊട്ട് തൊഴുകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാനിങ്ങനെ തൊഴുകയാണ് കേട്ടോ. ഞാൻ തൊട്ട് തൊഴുന്നതാണ് കാണുന്നത്. അങ്ങനെ വളരെ സന്തോഷിച്ച് ഞാൻ പെട്ടെന്ന് വീഡിയോ പിടിക്കുന്ന കാര്യം തന്നെ മറന്നു. പെട്ടെന്ന് ഞാൻ അത് പെട്ടെന്ന് ഞാനിത് ഞാൻ പറഞ്ഞില്ലേ, അതന്നെയാണ് അങ്ങനെ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഇതൊക്കെ അയാൾ പറഞ്ഞു. അതുപോലെയൊക്കെ നമ്മുടെ പ്ലഗ് നമ്മുടെ കറണ്ടിൽ ഏറ്റുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തു. എന്നിട്ട് പതുക്കെ മെഷീൻ ഇതുപോലെ പവർ കാണിച്ച് തരാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഒത്തിരി ഇഷ്ടമായി എനിക്ക്. അങ്ങനെ അതുമായിട്ട് ഇനി കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. തയ്ക്കുന്ന വീഡിയോസൊക്കെ ഇടാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇങ്ങനെ കയറി നിന്നത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക, ഇപ്പോൾ മാറി. അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ അത് മാറി. അങ്ങനെ ഇതാണ് എൻ്റെ വീഡിയോ. ഞാനങ്ങനെ നൂലൊക്കെ എടുത്ത് കൊടുത്ത് നൂലൊക്കെ കൊരുത്ത് നൂൽ ത്രെഡിങ്ങൊക്കെ ചെയ്ത് നല്ല എന്താ പറയുക, LED ലൈറ്റുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല ഒരു പ്രകാശഭരിതമായി തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കിങ്ങനെ കണ്ണിൽ അത്യാവശ്യം ഒരുപാട് ഇരുട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പാടാണല്ലോ നമ്മളങ്ങനെ സൂം ചെയ്ത് തയ്ക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇതായപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ഫുട് പാഡുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കുറച്ച് തയ്യൽ കാര്യങ്ങൾ, ബട്ടൺ ഹോള്, പിന്നെ പിക്കൗട്ട് അങ്ങനത്തെ സാധനങ്ങൾ, ബട്ടൺ ഹോൾസ്, ബട്ടൺ തയ്ക്കുന്നത്, എസ്പെഷ്യലി പീക്കോക്കോ അങ്ങനെ എന്തോ സംഭവമുണ്ട് അത്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഫോട്ടോയൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷമായി. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. താങ്ക് യു.